വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ പ്രതിപക്ഷാനുകൂല സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കുകയാണ്. CPI അനുകൂല സർവീസ് സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമായതോടെ പലയിടത്തും സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം താളം തെറ്റി. എന്നാൽ സെക്രട്ടേറിയറ്റിൽ 75% ജീവനക്കാരും ജോലിക്കെത്തിയിട്ടുണ്ട്. ജില്ലാ കേന്ദ്രങ്ങളിൽ സമരാനുകൂല സംഘടനകൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. വട്ടിയൂർക്കാവ് സ്കൂളിന് മുന്നിൽ നിന്നാണ് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ഉമേഷ്, ഇന്നത്തെ ആ പണിമുടക്ക് അത് ഏത് തരത്തിലാണ് സർക്കാർ ഓഫീസുകളെ ബാധിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് വിവരങ്ങൾ? മറ്റൊന്ന്, ഈ സ്കൂളിൽ നിന്ന് അവധി നൽകിയിരുന്നു അല്ലേ? അവിടെ ആരും ഹാജരാകാതിരുന്നതിനെ തുടർന്ന്. അതെ, ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് വട്ടിയൂർക്കാവ് LP സ്കൂളിലാണ്. സംസ്ഥാനത്തെ ഒരു വിഭാഗം സർക്കാർ ജീവനക്കാർ ഇന്ന് പണിമുടക്കുകയാണ്. പ്രധാനമായി CPI അനുകൂല സംഘടനയായ ജോയിന്റ് കൗൺസിലിന്റെയും കോൺഗ്രസ് അനുകൂല സംഘടനയായ സെറ്റോയുടെയും ജീവനക്കാരാണ് പണിമുടക്കുന്നത്. എന്നാൽ പണിമുടക്കിൽ പങ്കെടുക്കാത്ത എല്ലാ ജീവനക്കാരും ഇന്ന് ഓഫീസുകളിൽ ഹാജരാകണമെന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ആർക്കും കൃത്യമായ കാരണമില്ലാതെ, പ്രത്യേകിച്ച് മെഡിക്കൽ കാരണങ്ങളോ മറ്റെന്തെങ്കിലും അടിയന്തര കാരണങ്ങളോ ഇല്ലാതെ ലീവ് കൊടുക്കരുത് എന്ന് കാട്ടി സർക്കുലറും ഇറക്കിയിരുന്നു. എന്തായാലും ഒരു സ്ഥാപനം പൂർണ്ണമായി, അതും വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം പൂർണ്ണമായി അടച്ചിടേണ്ട ഒരു അവസ്ഥ ഈ സമരത്തെ തുടർന്നുണ്ടായിരിക്കുന്നു. ആ സ്ഥാപനത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്, വട്ടിയൂർക്കാവ് ഗവൺമെന്റ് LP സ്കൂൾ. ഈ LP സ്കൂളിൽ ഇന്ന് ഒരു അധ്യാപകനും ഹാജരായില്ല. ആകെ 15 ജീവനക്കാരുണ്ട്. അതിൽ 7 പേർ സർക്കാർ ജീവനക്കാരായ അധ്യാപകരാണ്. ആ 7 അധ്യാപകരും ഇന്ന് ഇവിടെ എത്തിയില്ല. അതായത് HM അടക്കം 7 പേർ. സാധാരണഗതിയിൽ നേരത്തെ തന്നെ ഇത്തരത്തിലൊരു സ്ഥാപനത്തിലെ മേലധികാരി സമരത്തിൽ പങ്കെടുക്കാൻ പോവുകയാണെങ്കിൽ അത് തൊട്ട് താഴെയുള്ള ഏറ്റവും സീനിയറായ ഉദ്യോഗസ്ഥനെ, അല്ലെങ്കിൽ സ്കൂളിലാണെങ്കിൽ സീനിയറായ അധ്യാപകനെ ചുമതല ഏൽപ്പിച്ചിട്ട് വേണം പോകാൻ. അക്കാര്യം അതിന് തൊട്ട് മുകളിലുള്ള വകുപ്പിലെ ഉദ്യോഗസ്ഥനെ, വിദ്യാഭ്യാസ വകുപ്പിലാകുമ്പോൾ AEO അറിയിച്ചിട്ട് വേണം പോകാൻ എന്നുള്ള നിർദ്ദേശമെല്ലാം നേരത്തെ നൽകിയിരുന്നു. പക്ഷേ ഇവിടെ 7 അധ്യാപകരും സമരത്തിന് പോകുന്നത് കൊണ്ട് തന്നെ സ്കൂളിലെ പകരം ചുമതല ഏൽപ്പിക്കാൻ അധ്യാപകർ ഇല്ലാത്ത സാഹചര്യമുണ്ടായി. അത് അസാധാരണ സാഹചര്യമായതുകൊണ്ട് തന്നെ ഈ സ്കൂൾ പൂട്ടി, ഇപ്പോൾ സ്കൂൾ പൂർണ്ണമായി പൂട്ടിക്കിടക്കുകയാണ്. സ്കൂൾ പൂട്ടി സ്കൂളിന്റെ താക്കോൽ ഇന്നലെ തന്നെ AEOയ്ക്ക് കൈമാറി എന്നാണ് ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ പറഞ്ഞത്. അതുപ്രകാരം AEOയ്ക്ക് ഇന്നലെ തന്നെ താക്കോൽ കൈമാറി. അതിനുശേഷം ഇവിടെ അധ്യാപകർ എല്ലാ വിദ്യാർത്ഥികളെയും അറിയിച്ചു ഇന്ന് അധ്യാപകരാരും സ്കൂളിൽ എത്തില്ല എന്ന്. അതുകൊണ്ട് തന്നെ രാവിലെ വിദ്യാർത്ഥികൾ സ്കൂളിൽ എത്തി മടങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ല. എങ്കിൽ പോലും വിദ്യാർത്ഥികൾക്ക് ഒരു ദിവസം അവരുടെ അധ്യയനം, അവരുടെ അവകാശമായ അധ്യയനം അത് മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇതിൽ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അടിയന്തരമായി പരിശോധിച്ച് വിദ്യാഭ്യാസ ഡയറക്ടറോട് റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. AEO ഇവിടെ നേരിട്ടെത്തി, അല്പം AEO ഇവിടെ നേരിട്ടെത്തി കാര്യങ്ങൾ പരിശോധിച്ച് തിരികെ പോവുകയും ചെയ്തു. നേരെ കഴിഞ്ഞ ദിവസം തന്നെ ഇക്കാര്യം അറിയിച്ചിരുന്നു എന്ന് AEO സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു സ്കൂളിലെ മുഴുവൻ അധ്യാപകരും മറ്റ് ജീവനക്കാരും സമരത്തിന്റെ ഭാഗമായി പോകുമ്പോൾ എന്ത് ബദൽ ക്രമീകരണം ഒരുക്കും എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും അതിനും AEOയ്ക്ക് അടക്കം മറുപടി പറയാനില്ല. ഒരുപക്ഷെ ആശുപത്രി അടക്കമുള്ള അവശ്യ സർവീസുകളായിരുന്നെങ്കിൽ ഒരുപക്ഷെ SME അടക്കം പ്രയോഗിച്ച് ഒരുപക്ഷെ ജീവനക്കാരെ എത്തിക്കാമായിരുന്നു. പക്ഷേ ഡയസ്നോണാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡയസ്നോൺ പ്രഖ്യാപിച്ചാൽ ജീവനക്കാർ ജോലിക്ക് പോയാൽ, ജോലിക്ക് ഹാജരാകാതിരുന്നാൽ ആ ദിവസത്തെ ശമ്പളം കട്ടാവുകയുള്ളൂ എന്നുള്ളത് ഒരു ആനുകൂല്യമാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന സൂചന. എന്നാൽ സംസ്ഥാനത്ത് മറ്റ് വകുപ്പുകളിൽ, സാധാരണ സെക്രട്ടേറിയറ്റിൽ എന്നും വലിയ രീതിയിൽ ഈ ജനങ്ങളെ ഈ സമരം ബാധിച്ചിട്ടില്ല. കാരണം 74% ജീവനക്കാർ സെക്രട്ടേറിയറ്റിൽ ഇന്ന് ഹാജരായിട്ടുണ്ട്. അതേസമയം CPI സംഘടനയായ ജോയിന്റ് കൗൺസിൽ ജീവനക്കാർ ഏറ്റവും അധികം ഉള്ളത് റവന്യൂ വകുപ്പിലാണ്. പ്രത്യേകിച്ച് താലൂക്ക് ഓഫീസുകൾ, വില്ലേജ് ഓഫീസുകൾ, കളക്ടറേറ്റുകൾ എന്നിവിടങ്ങളിലെല്ലാം അവിടെയെല്ലാം വലിയ രീതിയിൽ ഹാജർ നില കുറവായിരുന്നു എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ഒരു സ്കൂളിന്റെ തന്നെ പ്രവർത്തനം താളം തെറ്റുന്ന രീതിയിലേക്ക് സമരം കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ സമരത്തോടൊപ്പം പ്രതിപക്ഷ സംഘടനകളാണ് എങ്കിൽ പോലും അവരോടൊപ്പം CPI കൂടി ചേരുന്ന, CPI അനുകൂല സംഘടനകൾ കൂടി ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെ, അപ്പോൾ അത് പല ഓഫീസുകളുടെയും പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഉമേഷ് ബാലകൃഷ്ണൻ നൽകുന്ന വിവരം.